CAA കൊണ്ട് ഇന്ത്യയിലെ ഒരാളും ബാധിക്കപ്പെടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ NRC CAA എന്ന കോമ്പിനേഷന് അതിൻ്റെതായ പ്രശ്നങ്ങളുമുണ്ട്. NRC CAAക്കെതിരെ സമരം നടത്തിയതിന്, നിരാഹാര സത്യാഗ്രഹം നടത്തിയതിന് ഞാൻ സെക്രട്ടറി ആയിരുന്ന, പ്രസിഡന്റ് ആയിരുന്ന സംഘടനയിൽ നിന്ന് എന്നെ ഏകദേശം 2 വർഷത്തോളം സസ്പെൻഡ് ചെയ്ത, സസ്പെൻഷൻ കഴിഞ്ഞ് പിന്നീടാണ് ആ സംഘടനയിൽ അടുത്ത കുറച്ചു കാലം മുമ്പാണ് തിരിച്ചു കയറിയത്. അപ്പോൾ NRC CAA എന്ന ഇക്വേഷൻ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ അത് ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ മനസ്സിൽ ആശങ്കകൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം വളരെ സത്യമാണ്. അത് ദേശീയ തലത്തിൽ ഏറ്റവും നന്നായി പ്രകടിപ്പിച്ചത് പ്രശാന്ത് കിഷോറിനെ പോലുള്ള ആൾക്കാരാണ്. അദ്ദേഹം അടക്കം രാജ്യത്തെ ശ്രീ രാമചന്ദ്ര ഗുഹ അടക്കമുള്ള വളരെ പ്രമുഖരായ വ്യക്തികൾ, പ്രകടമായ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത വ്യക്തികളടക്കം ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അത് ശരിയല്ല. ഡിസംബർ 22, 2019 രാംലീല മൈതാനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ശ്രീ നരേന്ദ്രമോദിജി തന്നെ NRCയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നും NRC തന്റെ അജണ്ടയിൽ ഇല്ലെന്നും പറയുകയുണ്ടായി. അപ്പൊ എന്തോ അതിന് പ്രശ്നമുണ്ട്, പൊതുജന പ്രക്ഷോഭം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പിൻവലിച്ചതോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് തീരുമാനിച്ചതോ അല്ലെങ്കിൽ അത് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞതോ ആണല്ലോ. അപ്പോൾ എന്തോ ഒരു പ്രശ്നം NRC CAAയുടെ കോമ്പിനേഷൻ ഉണ്ട്. എന്നാൽ CAA മാത്രമാണെങ്കിൽ അങ്ങനെയല്ല. CAA ഇന്ത്യയിലെ ഒരു ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ബൗദ്ധനെയും പാഴ്സിയെയും സിഖിനെയും വിശ്വാസിയെയും അവിശ്വാസിയെയും നിരീശ്വരവാദിയെയും ഒന്നും ബാധിക്കുന്ന വിഷയമല്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള 30 മുതൽ 35,000 ആൾക്കാരെ വരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. മുമ്പ് 11-12 വർഷമാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകാൻ സമയമെടുക്കുന്നതെങ്കിൽ ഇന്നത് 5 വർഷം അല്ലെങ്കിൽ 6 വർഷം, 5-6 വർഷമായിട്ട് മാത്രം കുറച്ചിരിക്കുന്നു. ഇതാണ് CAAയുടെ കാതൽ. ചരിത്രപരമായ കാരണങ്ങളാൽ സാക്ഷാൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പോലും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഹിന്ദുക്കളെയും സിഖുകാർക്കും നമ്മൾ എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം, സ്ഥലം കൊടുക്കണം, ജോലി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ചരിത്രപരമായ ചില പ്രശ്നങ്ങൾ അതിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അങ്ങനെയാണ് CAAയുടെ ഒരു ചരിത്രവും അല്ലെങ്കിൽ അതിന്റെ ചരിത്രപരമായ വേരുകളും കിടക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ, ഇനി അതിലെ DMK അടക്കമുള്ള പാർട്ടികൾ, ശ്രീ MK സ്റ്റാലിൻ അടക്കമുള്ളവർ പറയുന്നത് പോലെ നമ്മുടെ ശ്രീലങ്കൻ തമിഴ് ഹിന്ദുക്കളെയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമല്ല, വളരെ നല്ലതാണ്, അത് വളരെ പോസിറ്റീവ് തന്നെയാണ്. എന്നാൽ CAAക്ക് ഇന്ത്യയിലെ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതിന് ഇന്ത്യയിലെ ആരുടെയും സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധമില്ല. എന്നാൽ NRC CAAക്ക് ആശങ്കകളുണ്ട്, അതിനെതിരെ ചോദ്യങ്ങളും എതിർപ്പുകളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിന്റെ ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ CAA മാത്രമാണെങ്കിൽ അത് ഇന്ത്യയിലെ ആരെയും ബാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനമായ തത്വം. സോ ആ വിഷയം നമ്മൾ മറക്കരുത്. അതൊരു സെൻസിറ്റീവ് വിഷയമാണ്. അത് മുസ്ലിം മനസ്സുകളിൽ, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളുടെ മനസ്സുകളിൽ ധാരാളം ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. അതില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ആ വിഷയത്തിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. CAA ഇൻ ഇറ്റ്സെൽഫ് അത് ഒരു പ്രശ്നമല്ല, അത് നമ്മളെ ആരെയും ബാധിക്കുന്നതല്ല. വിദേശത്തു നിന്നുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗം നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ്, അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗം അല്ലാത്ത ആൾക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. വേണമെങ്കിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം എന്തുകൊണ്ട് അഹമ്മദീയരെ ഉൾപ്പെടുത്തിയില്ല. നല്ലൊരു ഇക്വേഷനാണ്. പാകിസ്ഥാനിൽ ഒരുപാട് പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള അഹമ്മദീയർ എന്ന് പറയുന്ന വിഭാഗം. മുഖ്യധാരാ മുസ്ലിങ്ങൾ, സുന്നികൾ, ഷിയകളൊന്നും അഹമ്മദീയരെ വലിയൊരു വിഭാഗം തങ്ങളുടെ ഭാഗമായി കണക്കാക്കുന്നില്ല എന്നുള്ളത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അഹമ്മദീയ വിഭാഗത്തിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്നൊരു നോബൽ സമ്മാന ജേതാവ് വരെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ സുന്നി ഷിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഷിയ മുസ്ലിങ്ങളുടെ വിഭാഗത്തെ, അത്തരം കാര്യങ്ങൾ എന്താ പറയുക, ചിന്തിക്കാൻ ഒരു സെഷനായി കൊണ്ടുവരാം. ഇതിൻ്റെതായ അന്തർലീനമായ രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ കാണും. ഒരു പൊളിറ്റിക്സ് ഓഫ് റിംഗ് ഫെൻസിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കാണും. അതായത് ഒറ്റതിരിക്കൽ ഒന്നുമില്ലെന്ന് പറയുന്നില്ല. പക്ഷേ CAA മാത്രമാണെങ്കിൽ പ്രശ്നമില്ല, അതിനെ എതിർക്കേണ്ട കാര്യമില്ല. പക്ഷെ NRC CAA ആണെങ്കിൽ അത് മറ്റൊരു ഇക്വേഷനാണ്. അത് ഈ പ്രസന്റ് ഫോമിൽ എതിർക്കപ്പെടേണ്ടതുമാണ്.